ഒരു പ്രാവശ്യം ചിക്കൻ റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ പഴയ രീതിയിൽ ചിക്കൻ കറി വെക്കാൻ തോന്നില്ല. കാരണം ഇതിൽ ചേർക്കുന്ന 3 ചെറിയ ഐറ്റംസാണ് ടേസ്റ്റ് നെക്സ്റ്റ് ലെവലിൽ എത്തിക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇത് പൊളി ഐറ്റമാണ്. ഇതുവരെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 5-8 ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എടുക്കുന്നത് നമ്മുടെ മുഴുവൻ മസാലകളിലെ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കുറേശ്ശെ ഒരു പിടി വീതം എടുക്കുന്നുണ്ട്. കരയാമ്പ് ഒരു 3-4 എണ്ണം, പിന്നെ കുരുമുളക് ഒരു 5-6 എണ്ണം, പിന്നെ ജീരകം, പെരിഞ്ചീരകം, ഏലക്ക, പിന്നെ നമ്മുടെ കറുകപ്പട്ടയില്ലേ, കറുകപ്പട്ട, ബേ ലീവ്സ് ഒരെണ്ണം എന്നിവ എടുക്കുന്നുണ്ട്. ഇവ നന്നായി പൊട്ടി വരുമ്പോൾ നമ്മുടെ സവാള, അരിഞ്ഞു വെച്ച സവാള നമുക്ക് ചേർന്ന് കൊടുക്കാം. അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എരിവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് പച്ചമുളക് ഇത്ര അധികം ചേർത്ത് കൊടുക്കണേ. എൻ്റെ കയ്യിൽ വീട്ടിലുണ്ടായ പച്ചമുളക് ആയതുകൊണ്ട് നല്ല എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രമാത്രം ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ നന്നാക്കി വെച്ച 5 ഉള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ അളവ് വെളുത്തുള്ളി അധികവും ഇഞ്ചി അതിൻ്റെ പകുതി. വെളുത്തുള്ളി ഒരു 2 പൊറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രം ഇഞ്ചി എടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 3 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചും മാറ്റം വരുത്താം. പക്ഷേ കാശ്മീരി മുളക് പൊടി 1.5 സ്പൂണും മറ്റേ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 സ്പൂണും ചേർത്താം. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ. ഇതിൽ പച്ചമുളകാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഈ മുളകിൻ്റെയൊക്കെ പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. അത് നന്നായി ഉടച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ 1.5 കിലോയുടെ അളവാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ എല്ലാം കൂടി അതിൽ വഴറ്റിയെടുക്കണം. ഈ മസാലയും കൂടിയിട്ട് വെള്ളം ചേർക്കരുത്. ഇത് 5 മിനിറ്റ് ഇതിൽ കിടന്ന് തന്നെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ തന്നെ ഇതിന് ചിക്കന് ഒരു വെള്ള കളർ വരും. അപ്പോൾ മാത്രമേ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പാടുള്ളൂ. ഈ ചെറിയ ചെറിയ ടിപ്പുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് കൂടും. ഇതിനി കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വെള്ളം വേണമെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാല പൊടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 1ാമത്തെ ടിപ്പ്. ഈ ഗരം മസാല പൊടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇതിലേക്ക് ഷാജീരകവും കറുത്ത ഏലക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേറെ ചേർക്കുന്നത് കൊണ്ടാണ് ഇത്ര ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം ചേർത്തത് പെരിഞ്ചീരകം പൊടിയാണ്. അതിൽ നമ്മൾ കറുകപ്പട്ടയും ഏലക്കയും കൂട്ടിച്ചേർത്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇപ്പം തന്നെ ഗ്രേവി കട്ടിയായി. ഇതിലേക്ക് ഇനി
മേത്തി ലീവ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ല അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില നന്നായിട്ടുണ്ടെങ്കിൽ മല്ലിയിലയും നന്നായി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അത് ചേർക്കാഞ്ഞത്. ചിക്കൻ മസാലയൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ സൂപ്പർ ടേസ്റ്റ് അത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു.